തിരുവിളയാടൽ പുരാണത്തിലെ രണ്ടാമത്തെ ശിവലീലാവിലാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഭ്രമാദംഗത്തിന്, അതായത് ഐരാവതത്തിന് അനുഗ്രഹം നൽകിയ സുന്ദരേശ ലിംഗം അനുഗ്രഹം നൽകിയ ലീലയാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. കാശിയിൽ ദുർവാസാവ് കാമേശ്വരമെന്ന ഒരു ശിവലിംഗം സ്ഥാപിച്ചു. അനേക വർഷക്കാലം ആ കാമേശ്വര ലിംഗത്തെ ദുർവാസാവ് പൂജിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ കാമേശ്വര ലിംഗത്തിൻ്റെ ശിരസിൽ മുകൾ ഭാഗത്ത് ഒരു ദിവ്യ പുഷ്പം പ്രത്യക്ഷപ്പെട്ടു. ആ പുഷ്പം താഴേക്ക് വീണു. ദുർവാസാവ് ആ പുഷ്പമെടുത്തു, കയ്യിൽ വച്ചു. എന്നിട്ട് അദ്ദേഹം യാത്ര തുടർന്നു. ദുർവാസാവ് ഈ പുഷ്പം ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ എതിരെ അസുരന്മാരെ നശിപ്പിച്ച് വിജയശ്രീലാളിതനായ ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ മുകളിൽ കയറി സന്തുഷ്ടചിത്തനായി ഏറെക്കുറെ അഹങ്കാരത്തോടെ വരുന്നത് കണ്ടു. ദുർവാസാവ് മഹർഷി തൻ്റെ കയ്യിലുള്ള ആ ശിവപുഷ്പം ദേവേന്ദ്രന് സമർപ്പിച്ചു. ദേവേന്ദ്രൻ അത് ഭക്ത്യാദരങ്ങളുടെ ശിരസിൽ ചൂടുമെന്നാണ് ദുർവാസാവ് മഹർഷി വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം അത് ഐരാവതത്തിൻ്റെ ശിരസിൽ യാതൊരു താല്പര്യവുമില്ലാതെ, ഭയഭക്തി ബഹുമാനങ്ങളോ ആദരവോ ഒന്നുമില്ലാതെ ഐരാവതത്തിൻ്റെ ശിരസിൽ വച്ചു. ഐരാവതം തല കുലുക്കിയപ്പോൾ ആ പുഷ്പം, ആ ദിവ്യപുഷ്പം താഴെ വീണു. നിർഭാഗ്യവശാൽ ഐരാവതത്തിൻ്റെ കാൽ കീഴിൽ ആ പുഷ്പം അമർന്നു. അങ്ങനെ ഐരാവതത്തിൻ്റെ കാൽ കൊണ്ട് ചവിട്ടി അരയ്ക്കപ്പെട്ട ആ പുഷ്പത്തെ ദുർവാസാവ് മഹർഷി വേദനയോടെയും ദുഃഖത്തോടെയും നോക്കിക്കണ്ടു. അദ്ദേഹം കോപാകുലനായി മാറി. എന്നിട്ട് ദേവേന്ദ്രനെയും ഐരാവതത്തെയും ശപിച്ചു. ആ ശാപം ഇതായിരുന്നു: ദേവേന്ദ്രൻ്റെ ശിരസ് പാണ്ഡ്യരാജാവ് അറുത്തു മാറ്റുമെന്നും, അതേപോലെ തന്നെ ഐരാവതം ഭൂമിയിൽ 100 വർഷക്കാലം സാധാരണ ഗജമായി അലഞ്ഞു തിരിയേണ്ടി വരും കാട്ടിലെന്നും ശപിച്ചു. ഈ ശാപം ദേവന്മാർ കേൾക്കുകയും അവർ ദുർവാസാവിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ദുർവാസാവ് എത്രയായിട്ടും അനുനയിപ്പിക്കാൻ ആ ദേവന്മാർക്ക് കഴിഞ്ഞില്ല. ദുർവാസാവ് അവസാനം ദേവന്മാരുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ അലിഞ്ഞുപോയി. എന്നിട്ട് ശാപമോക്ഷം കൊടുക്കുകയാണ്. ദേവേന്ദ്രൻ ഭൂമിയിൽ വന്നിട്ട് മധുരാപുരിയിലെ സുന്ദരേശ ലിംഗത്തെ നിരന്തരം ഭജിച്ചാൽ ഈ ശാപത്തിൽ നിന്ന് മോചനം കിട്ടും. പാണ്ഡ്യരാജാവ് ദേവേന്ദ്രനെ വധിക്കുകയില്ല. അതേപോലെ ഐരാവതവും 100 വർഷം കഴിഞ്ഞ് സുന്ദരേശ ലിംഗത്തെ ഭജിച്ചാൽ തീർച്ചയായിട്ടും ഐരാവതത്തിനും സ്വർഗലോകത്തിൽ ദേവേന്ദ്രൻ്റെ ആനയായിട്ട് ശോഭിക്കാൻ കഴിയും
എന്ന് ശാപമോക്ഷം കൊടുത്തു. ഇതനുസരിച്ചിട്ട് ദേവേന്ദ്രൻ പിന്നീട് ഭൂമിയിൽ വരികയും അതേപോലെ തന്നെ സുന്ദരേശലിംഗത്തെ നിരന്തരം ഭജിക്കുകയും ചെയ്തു. അങ്ങനെ ശാപമോക്ഷം കിട്ടി. പാണ്ഡ്യരാജാവുമായുള്ള യുദ്ധത്തിൽ ദേവേന്ദ്രന് ജീവൻ നഷ്ടപ്പെട്ടില്ല. പക്ഷേ ശിരസിലെ ആ രത്നകിരീടം നഷ്ടപ്പെട്ടു. അവസാനം പാണ്ഡ്യരാജാവ് ദേവേന്ദ്രൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ദേവേന്ദ്രന് എല്ലാവിധ സുഖസൗകര്യങ്ങളും നൽകുകയാണ് ചെയ്തത്. അങ്ങനെ ശാപമോക്ഷത്തിൽ നിന്ന് ദേവേന്ദ്രൻ സുന്ദരേശലിംഗത്തെ നിരന്തരം ഭജിച്ച് മോചനം നേടിയ കഥയാണ് നാം കാണുന്നത്. അതേപോലെ ഐരാവതം 100 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ വളരെയേറെ വേദനിച്ചും ദുഃഖിച്ചും ജീവിച്ചതിന് ശേഷം ഐരാവതം സുന്ദരേശ ലിംഗത്തിനെ ഭജിച്ചാൽ തനിക്ക് മോചനം കിട്ടുമെന്ന് ദുർവാസാവ് പറഞ്ഞ ആ വാക്കുകൾ ഓർമ്മിച്ച് നേരെ മധുരാപുരിയിലെ സുന്ദരേശലിംഗത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടെ ഭജനമിരിക്കുന്നു. ഒരു ദിവസം ദിവ്യമായ ആ പത്മതീർത്ഥത്തിൽ ഐരാവതം സ്നാനം ചെയ്യുകയും തുമ്പിക്കൈകൊണ്ട് ജലമെടുത്തുകൊണ്ടുവന്ന് സുന്ദരേശലിംഗത്തെ അഭിഷേകം ചെയ്യുകയും ചെയ്തു. ആ രംഗം ഹാലാസ്യ മഹാത്മ്യത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അത് നമുക്ക് ചാത്തക്കുട്ടി മന്നാടിയാരുടെ തർജ്ജമ, മലയാള തർജ്ജമയുണ്ട്, നമുക്കതിൽ നോക്കാം. ഇതാ നോക്കൂ. പാപനാശന തീർത്ഥ സ്നാനത്താൽ ഗജേന്ദ്രൻ്റെ ശാപദോഷവും തീർന്നു, ദേഹവും വെളുത്തിതു. ദന്തങ്ങൾ 4 വന്നിരുന്നതുപോലെ ഹന്തതീർത്ഥത്തിനുടെ മഹാത്മ്യമത്യത്ഭുതം. അന്നേരം ഐരാവതം ഏറ്റവും സന്തോഷിച്ചു. സുന്ദരേശലിംഗത്തിൽ സന്നിധിയിൽ ചെന്ന് തന്നെ വർഗങ്ങളാൽ ധരിക്കപ്പെട്ട മഹാസുന്ദര വിമാനത്തിനുള്ളിൽ ഉജ്ജ്വലിക്കുന്ന സോമസുന്ദരേശലിംഗം തന്നെ തുമ്പിക്കൈ കൊണ്ട് ഹേമപത്മിനി തന്നെ നിന്നെടുത്ത ജലതീർത്ഥത്തെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചാൻ. ചിത്തത്താൽ സമർപ്പിച്ച് പൂജിച്ച് സ്തുതിച്ചാൻ. അത്യന്ത ഭക്തിയോടെ നമസ്കാരവും ചെയ്തു. അങ്ങനെ ആ ഗജേന്ദ്രൻ തൻ്റെ തുമ്പിക്കൈയിൽ കൊണ്ടുവന്ന ഹേമപത്മിനി തീർത്ഥത്തിലെ ജലം സുന്ദരേശലിംഗത്തെ അഭിഷേകം ചെയ്ത് ശാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഗജേന്ദ്രൻ ഐരാവതമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പിന്നീട് ഈ ഐരാവതത്തിന് സുന്ദരേശ ലിംഗത്തെ വിട്ടു പോകാൻ ഭയങ്കര മടിയായിരുന്നു. അവിടെ അദ്ദേഹം ഐരാവതം ശിവലിംഗത്തിന് മുമ്പിൽ തന്നെ ഇവിടെ നിന്നൊരിക്കലും പറഞ്ഞയക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഭഗവാൻ ശിവൻ പറഞ്ഞു, ഐരാവതം, നിൻ്റെ ജോലി സ്വർഗലോകത്തെ ദേവേന്ദ്രൻ്റെ വാഹനമായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് തന്നെ പോകൂ എന്ന് പറഞ്ഞു. ആ ഐരാവതം നിന്ന സ്ഥലത്തിന് ഐരാവത പ്രസ്ഥാനം എന്ന പേര് വീണു. പിന്നെ അതേപോലെ ഐരാവതം വസിച്ച ദേശത്തിന് ഐരാവതപുരം എന്ന പേരും ലഭിക്കുകയുണ്ടായി. ഇന്ദ്രേശനെ ഭജിച്ചാൽ അനേകായിരം സംവത്സരം, അവിടെ
ദേവേന്ദ്രൻ്റെ ഒരു വിഗ്രഹമുണ്ട്. ആ ദേവേന്ദ്രനെ ഭജിച്ചാൽ ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളയപ്പെടും എന്നാണ് പറയുന്നത്. അങ്ങനെ സുന്ദരേശ മഹിമ, സുന്ദരേശലിംഗം ഐരാവതത്തിന് ശാപമോക്ഷം കൊടുത്ത ഈ രണ്ടാമത്തെ ലീല എല്ലാവരുടെയും കർമ്മവിനകളെ ഇല്ലാതാക്കാൻ പര്യാപ്തമാണ്. അതായത് സുന്ദരേശലിംഗത്തെ ആരാണോ ഭജിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും കർമ്മവിനകളെല്ലാം അകന്ന് കിട്ടും. ഈ ലീല ആരാണോ വായിക്കുന്നത്, ആരാണോ കേൾക്കുന്നത്, അവർക്കും കർമ്മവിനകളിൽ നിന്ന് മോചനം കിട്ടും എന്നാണ് വിശ്വാസം. ഓം ശിവായ നമഃ.